ഹായ് സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരമുണ്ട്. മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് 12ാമത്തെ എപ്പിസോഡ്. ഇന്ന് രാവിലെ തന്നെ നല്ല പാട്ടൊക്കെ വെച്ച് നല്ല ഗുമാക്കുത്തി ഡാൻസൊക്കെ കളിച്ച് ഋഷീൻ്റെ 2 സ്റ്റെപ്പൊക്കെ നല്ല കിടിലൻ സ്റ്റെപ്പ് ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ അത്യാവശ്യം റോക്കി ബായി നല്ല സ്റ്റെപ്പ് ഇട്ട് എല്ലാവരും നല്ല അടിപൊളിയായിട്ട് ഡാൻസൊക്കെ കളിച്ച്. പക്ഷെ രാവിലെ 6:30 ഒരാൾ മാത്രം ഡാൻസ് കളിക്കാണ്ട് 2 ഡാൻസ് കളിക്കാണ്ട് കിടന്നുറങ്ങുന്നതായിരുന്നു. അതാരാന്ന് നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ലല്ലോ, നിങ്ങൾക്കറിയാലോ ആരായിരിക്കുന്നു. ആരാണ്? ഒന്ന് ഗബ്രിയും രണ്ടാമത് ജാസ്മിനും. അവരെന്തോ പ്രേമിക്കാൻ വേണ്ടിയിട്ട് അതവരെ റിസോർട്ടിൽ ഹണിമൂൺ ട്രിപ്പിന് വന്ന പോലെയാണ്. അവർ റോക്കി പറഞ്ഞ പോലെ അവർ റിസോർട്ടിൽ പിന്നെ ഹണിമൂൺ ട്രിപ്പിന് വന്ന പോലെയാണ്. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ 6:30 ഇന്നത്തെ രാവിലത്തെ പാട്ട് വെച്ചിട്ട് എണീക്കാണ്ട് കിടക്കപ്പായിരുന്നിട്ട് ആവിയിട്ട് എന്നുള്ള വായു വളക്കുള്ള സീനാണ് ഇന്ന് കാണുന്നുണ്ടായിരുന്നു ജാസ്മിൻ്റെ. അതുപോലെ തന്നെ ഗബ്രിയും ജാസ്മിയും ഇന്ന് രാവിലെ നേരത്തെ എഴുന്നേറ്റിട്ടുമില്ല, അവർ ഡാൻസ് കളിക്കാൻ വന്നിട്ടുമില്ല. അവരൊരു വേറെ തന്നെ ഒരു ഫേക്ക് ടീമുകളാണ്. അവർക്ക് അങ്ങനെയെങ്കിലും ഇങ്ങനെ അവരെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിപ്പിച്ചിട്ട് ഫേക്ക് കളിക്കുന്ന ഏറ്റവും വലിയ ഫേക്ക് ടീമാണ് ആര്? ഈ റോക്കിയല്ല ഗബ്രിയും നമ്മുടെ ജാസ്മിയും. അപ്പോൾ ഇന്നത്തെ ടാസ്ക്, ഇന്ന് പവർ ടീമിൻ്റെ പിന്നെ പ്രവർത്തനം വളരെ മോശമാണെന്ന് പറഞ്ഞുകൊണ്ട് കൺസ്ട്രക്ഷൻ റൂമിൽ നിന്നും പിന്നെ ബിഗ് ബോസ് പറഞ്ഞു, നിങ്ങൾ അവരെ ഒന്ന് റോസ്റ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് 3 ടീമിനോടും അഭ്യർത്ഥിച്ചു. അവർ റെഡിയാണെന്ന് പറഞ്ഞു. ഫസ്റ്റ് കിട്ടുന്നവർക്ക് സമ്മാനമുണ്ട്, സെക്കൻഡ് കിട്ടുന്നവർക്ക് സമ്മാനമുണ്ട്, തേർഡിന് സമ്മാനമുണ്ട്. 3 കപ്പ് സമ്മാനം. ചിക്കൻ ഫ്രൈ ആണ് സമ്മാനം. അങ്ങനെ അതിൻ്റെ ആ പരിപാടി നടക്കുന്നതിന് മുമ്പ് രാവിലെ തന്നെ ചെറിയ മാലക്കെട്ടും ചൊറയിലും ഉണ്ടായിന്. റോക്കി കയറിപ്പോയിട്ട് പഴയെടുക്കലും അതുപോലെ തന്നെ ഈ ഡയലോഗ് അടിച്ച് ഏത് നമ്മളെ പിന്നെ റിസോർട്ടിൽ ഹണിമൂൺ ട്രിപ്പിന് വന്ന പോലെയാണ്. കാരണം റോക്കി പറയുന്നതിൽ ശരിയുണ്ട്. ആ വീട്ടിൽ നമ്മളായാലും ശരി ആരായാലും ശരി നമുക്കും അതുപോലെ തന്നെയാണ് തോന്നുക. കാരണം ഇത്രയും പേര് അവിടെ നിൽക്കുമ്പോൾ ഇവർ 2 മാത്രം ഒരു മൂലക്ക് ഗാർഡനിൽ പോയിട്ട് ഇരിക്കുക, കയ്യും പിടിച്ച് കെട്ടിപ്പിടിച്ച് വർത്താനം പറയുക. അതുപോലെ തന്നെ 2 കൂടിയിട്ട് ഒരു ബെഡിൽ തന്നെ കിടന്നിട്ട് ഇങ്ങനെ വർത്താനം പറയുക. മറ്റുള്ള കാര്യങ്ങളിലേക്കൊന്നും തീരെ ശ്രദ്ധയില്ലാണ്ട് അവരുടേതായിട്ടുള്ള കളികൾ അവരവിടുന്ന് കളിക്കുന്നത്. അത് ഈ ലോകത്തുള്ള ജനങ്ങൾ മൊത്തം നമുക്ക് ഈ ലൈവായിട്ട് നമ്മൾ കാണുന്നുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ അകത്തുള്ള അവർക്കും നല്ല മനസ്സിനുടമയായിട്ടുള്ള റോക്കിയെ പോലെയുള്ള ആളത്തമ്പണയം വെക്കാത്ത ആൺകുട്ടികൾക്കൊക്കെ ഇങ്ങനെ പറയേണ്ടി വരും. റോക്കി മാത്രമല്ല, ഷിജോവും കൂടി പറഞ്ഞായിരുന്നു അതിനെക്കുറിച്ചിട്ടുള്ള സംസാരം. ഷിജോവും കൂടി അത്യാവശ്യം കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഷിജോനും അത്യാവശ്യം മനസ്സിലാവും, സാമാന്യ ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാവുന്ന കാര്യമാണ്. അപ്പോൾ ഈ ജാസ്മിൻ എന്ന് പറയുന്നത് നമ്മൾ പക്കാ ഫേക്കാണ്. ഫേക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫേക്കോട് ഫേക്ക്. അതിനെയും കാട്ടി വലിയ ഫേക്കാണ് ഗബ്രിയൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിസ്സാര സംഭവം എന്നല്ല. പിന്നെ അവൻ 8 അടി മൂർഖനെ പോലെയാണ്. അവനിങ്ങനെ പാത്തും പതുങ്ങി നോക്കണ്ട. അവൻ്റെ ഉള്ളിൽ വേറെ തന്നെ ഭയങ്കരമായിട്ടുള്ള പ്ലാനിങ് ആണ്. ആ പ്ലാനിങ് വെച്ചിട്ടാണ് ഇവർ 2 കളിക്കുന്നത്. പിന്നെ ഇനി അടുത്ത കാര്യം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടാസ്കിൻ്റെ ഭാഗമായിട്ട് പവർ ടീമിനെ പിന്നെ റോസ്റ്റ് ചെയ്യാനുള്ള നാടകം തുടങ്ങി. നാടകത്തിൽ 1ാമത് ഷിജോൻ്റെ ടീമായിരുന്നു, അവർക്കാണ് ഫസ്റ്റ് കിട്ടിയത്. 2ാമത് നമ്മുടെ ജിൻഡോൻ്റെ ടീമായിരുന്നു. പിന്നെ 3ാമത് നമ്മുടെ ഇവരുടെ ടീമായിരുന്നു, അതായത് റോക്കിൻ്റെ. കുഴപ്പമില്ലായിരുന്നു, എല്ലാം കുഴപ്പമില്ലായിരുന്നു. റോക്കിൻ്റെതും അത്ര വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷേ റോക്കിക്കാണ് 3rd പ്രൈസ് കൊടുത്തത്. 2nd പ്രൈസ് ജിൻഡോ, ഫസ്റ്റ് പ്രൈസ് ഷിജോ. ഏതായാലും അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് അവിടെ ഇതിൽ തീർന്നിട്ടുണ്ട്. പിന്നെയുള്ള കാര്യങ്ങളൊക്കെ ഇനി വരാനുണ്ട്, ഒരുപാട് അപ്ഡേഷനൊക്കെ വരാനുണ്ട്. പിന്നെ അതിൻ്റെ ഉള്ളിൽ തന്നെ ആയിരുന്നു ജാസ്മിനെ കൺസ്ട്രക്ഷൻ റൂമിലേക്ക് വിളിച്ചിട്ട് വീട്ടിൽ നിന്ന് കോള് വന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് അതിൻ്റെ അകത്ത് വേറെ തന്നെ ചില കാര്യങ്ങളൊക്കെ നടന്നത്. കാരണം അവൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുകയാണ്, സഹോദരങ്ങൾ, ഞാൻ എന്ത് തെറ്റാണ് നിങ്ങളോടൊക്കെ ചെയ്തത്, അങ്ങനെയാണ് മറ്റേതാന്ന് മറിച്ചതാന്ന്, എല്ലാവരോടും മാപ്പ് കോപ്പ്. അതൊക്കെ വെറും ഫേക്ക് മാത്രമാണ്. അവൾ അഭിനയം മാത്രമാണ്. അവൾ രാക്ഷസി. അപ്പോൾ അങ്ങനൊരു സംഭവം കൂടി ഉണ്ടായി. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങി വന്നതിന് ശേഷം, കൺസ്ട്രക്ഷൻ റൂമിൽ നിന്ന് ഇറങ്ങി വന്നതിന് ശേഷം ഗബ്രിയലിനോടും പറഞ്ഞു, നമുക്ക് ശരിയാവില്ല, കുറച്ച് വിട്ട് നിൽക്കുക, നീ അങ്ങോട്ടേക്ക് കുറച്ച് മാറി നിൽക്കുന്നതാണ് നല്ലത്,
നമ്മൾ ഈ അടുപ്പം അത്ര ശരിയല്ല, പല രീതിയിലും നിങ്ങളെല്ലാവരും കൂടിയിട്ട് ഇങ്ങനെ ആക്കുന്ന മറ്റേതാക്കുന്ന മറിച്ചതാക്കുന്നതൊക്കെ അവിടെ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ യഥാർത്ഥത്തിൽ ഈ കാണുന്ന നമുക്കാണ് യഥാർത്ഥത്തിലുള്ള കാര്യങ്ങൾ അറിയുന്നതും നമ്മളെപ്പോലെയുള്ള സോഷ്യൽ മീഡിയയിലുള്ള ആൾക്കാർ തന്നെയാണ് ഇത് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുവരുന്നത്. അല്ലാതെ അവളൊക്കെ വിചാരിക്കുന്ന അതിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങളാണ് പ്രശ്നം. ഒരിക്കലുമല്ല. അത് സാമാന്യ ബുദ്ധിയുള്ള പ്രേക്ഷകർക്ക് അറിയാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ ബിഗ് ബോസ് വന്നിട്ട് പറയുകയുണ്ടായി, എന്താ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കുടുംബസമേതം കുട്ടികളുമായിട്ട് ഇരുന്ന് കാണുന്ന ഒരു പരിപാടിയാണ്. അപ്പോൾ ആ പരിപാടിയിൽ അതിൻ്റെതായിട്ടുള്ള മാന്യതയോട് കൂടിയിട്ടുള്ള കാര്യങ്ങളും നല്ല രീതിയിലുള്ള മെസ്സേജുകളും നല്ല നല്ല കാര്യങ്ങളുമാണ് നിങ്ങൾ കൊടുക്കേണ്ടത്. ഇത് വെറും അടി കുഴപ്പ് കുലുമാല് 24 മണിക്കൂറും പ്രശ്നമാണ്. ജനങ്ങൾ വളർന്നു വരുന്ന കുട്ടികൾക്ക് ഇതാണോ പഠിക്കേണ്ടത് ബിഗ് ബോസ് കണ്ടിട്ട്? അല്ലല്ലോ. നല്ല നല്ല മെസ്സേജ് അല്ലേ കൊടുക്കേണ്ടത്. നല്ല നല്ല ടാസ്കുകൾ, എൻ്റർടൈൻമെൻറ്റ്, കോമഡി, ഡാൻസ്, പാട്ട്, എൻജോയ്മെൻറ്റ്, അതുപോലെ തന്നെ വിദ്യാഭ്യാസം, എഡ്യൂക്കേഷൻ ബേസ് ചെയ്തിട്ടുള്ള ടാസ്കുകൾ. ഇതിലുള്ള ടാസ്കുകളൊക്കെ വന്നിട്ട് നല്ല നല്ല കാര്യങ്ങളല്ലേ പറയേണ്ടത്. അതുപോലെ കിച്ചണിൻ്റെ കാര്യത്തിലായാലും പല രീതിയിൽ അവിടെ പല പ്രശ്നങ്ങൾ മാത്രമാണ് നടക്കുന്നത്. അതിൻ്റെ ഏക കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 വ്യക്തികളാണ് മെയിൻ, ഗബ്രിയലും ജാസ്മിൻ തന്നെയാണ്. അവർ പുറത്ത് പോയി കഴിഞ്ഞാൽ മാത്രമേ ഈ ഒരു ഗെയിം യഥാർത്ഥ ഗെയിമായിട്ട് മുന്നോട്ട് പോവുകയുള്ളൂ. അത്ര വരേക്കും ഇത് അങ്ങനെ തന്നെ അടിയും കുരുമാലുമായിട്ട് ഇങ്ങനെ പോകും. ഏതായാലും ഇത്രയും വരെ പ്രശ്നങ്ങൾ എത്തിയിട്ട് നമുക്ക് നാളെയൊക്കെ കാണാനുണ്ട്. ഞാൻ പറഞ്ഞില്ല, ഒരു 20 ദിവസം കഴിയാതെ നമുക്കിതിൻ്റെ യഥാർത്ഥ ത്രെഡ് നമുക്ക് കിട്ടൂല. ഇതിൻ്റെ ത്രെഡ് കിട്ടണമെങ്കിൽ ഒരു 20 ദിവസം കഴിയണം. ബിഗ് ബോസിൻ്റെ കൂർമ്മ ബുദ്ധിയിലുള്ള വളഞ്ഞ വഴികളും കാര്യങ്ങളൊക്കെ ഇനി നമ്മൾ ഒരുപാട് കാണാനുണ്ട്. അതൊക്കെ കണ്ടിട്ട് വേണം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇന്നത്തെ വേറൊരു കാര്യം കൂടി എന്ന് വെച്ച് കഴിഞ്ഞാൽ, റോക്കി ഋഷിനോട് പറയുന്നുണ്ടായിരുന്നു, ഇത് ഇന്നൊരു ദിവസത്തെ മാത്രമാണ്, നാളെ ഇങ്ങനെ ആയിരിക്കൂല, മറ്റന്നാൾ ഇങ്ങനെ ആയിരിക്കൂല, നീ കണ്ടോന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ പക്ക ഫേക്കായിട്ടുള്ള ഒരുപാട് അഭിനയങ്ങളും നാടകീയ രംഗങ്ങളൊക്കെ അതിൽ നടക്കുന്നുണ്ട്. അപ്പോൾ സുഹൃത്തുക്കളെ, ഞാൻ മെയിനായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന വ്യക്തികളെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൺകുട്ടികളിൽ റോക്കി, ജിൻഡോ, ഷിജോ, ഋഷി. ആ സുരേഷിനെയൊന്നും തീരെ കൊള്ളത്തില്ല. വെറുതെ എങ്ങനെ ആക്കും. ആ രതീഷിനോടൊക്കെ, പുറത്തു പോയ രതീഷിനോടൊക്കെ ഷട്ടപ്പ് എന്നെല്ലാം പറഞ്ഞിട്ട് ഭയങ്കര ഡയലോഗെല്ലാം അടിച്ചിന്. അതിൻ്റെ മോതിരം കാണാനില്ല എന്ന് പറഞ്ഞിട്ട് മോങ്ങുന്നുണ്ടായിരുന്നു നടന്നു. അതുപോലെ തന്നെ ഈ ജാസ്മിയും മോങ്ങിയിട്ട് സെൻറ്റിമെൻറ്റ്സ് അടിച്ചിട്ട് വീഴാനുള്ള പരിപാടിയാണ്. ഈ മോങ്ങലിൽ ഇന്നൊരു ദിവസം ഉണ്ടാവും, നാളെയും മറ്റന്നാളെയും ഈ മോങ്ങലൊന്നും ഉണ്ടാവില്ല. മനസ്സിലായ? അത് റോക്കി പറയുകയും ചെയ്തതിനെ. അപ്പോൾ ഈ സുരേഷിനൊന്നും തീരെ അത്ര ഇതല്ല. അപ്പോൾ നമുക്ക് റോക്കി, ജിൻഡോ, ഷിജോ, ഋഷി. അതുപോലെ തന്നെ പെൺകുട്ടികളിലാണെങ്കിൽ വെച്ചിട്ടുണ്ടെങ്കിൽ വുമൻസിൻ്റെ ഇതിൽ ശ്രീരേഖ, പിന്നെ അൻസിബ, നമ്മളെ ഇവള് എന്താണ് അവരുടെ പേര്, യമുന, അതൊന്നും കുഴപ്പമില്ല. പിന്നെ രശ്മി ബായ് ഉണ്ടല്ലോ, AR രശ്മി ബായ്, അവൾ ഗബ്രിയലിനെ ചൂണ്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നോക്കുന്നുണ്ട്. ഗബ്രിയലിനെ എങ്ങനെ ഒന്നും വശത്താക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഇടയ്ക്ക് ഇപ്പോൾ അവൻ്റെ അടുത്ത് പോയിട്ട് കിടക്കുന്നതും ഇങ്ങനെ തല ചായച്ച് നിൽക്കുന്ന വീഡിയോ ഒക്കെ ഉണ്ടായിരുന്നു. അതുകൂടാതെ തന്നെ ഇന്നത്തെ ഒരു എപ്പിസോഡിൽ പിന്നെ ബാത്റൂമിൻ്റെ അടുത്ത് പോയിട്ട് ഇരിക്കുമ്പോൾ നമ്മുടെ ജാസ്മി അപ്പുറം ഇരുന്നിട്ട് മോങ്ങുമ്പോൾ ഗബ്രിയൽ ഇപ്പുറം ഇരിക്കുമ്പോൾ അവൻ്റെ ബാഗും മൈക്കെല്ലാം എടുത്ത് നോക്കി മെല്ലനെ വന്നിട്ട് അവൾ എന്താ ബുദ്ധിപരമായിട്ട് മെല്ലനെ അവനെ വന്ന് നിലവാരമാക്കാനുള്ള പരിപാടി രശ്മി ബായി നോക്കുന്നുണ്ട്. നടക്കൂല മോളെ, നിൻ്റെ വിത്തൊന്നും ആടെ പോകില്ല. ഓന് നിന്നെയും കാട്ടി വലിയ അഗ്രഹണ്യനാണ്. മനസ്സിലായ? ഓന് ചിന്തിക്കുന്നതും അതിൽ ഉണ്ടാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത് കാസ്റ്റ് വെച്ചിട്ടുള്ള കളികളും അതുപോലെ തന്നെ പല രീതിയിലുള്ള പല കളികളും അതിൻ്റെ അകത്ത് നടക്കുന്നുണ്ട്. അതൊക്കെ ഇനി വരും ദിവസങ്ങളിൽ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഇതെന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ പ്രേക്ഷകരൊന്ന് കുത്തി പൊട്ടിക്കാൻ വേണ്ടിയിട്ടുള്ള ചില ത്രെഡുകൾ ഇനി വരാനുണ്ട്. ഇത് ചെറിയ ചെറിയ പടക്കങ്ങൾ മാത്രമേ ഇവിടെ പൊട്ടുന്നുള്ളൂ. ഏതായാലും നമുക്കിനിയും വരും ദിവസങ്ങളിൽ കാണാം. അപ്പോൾ സുഹൃത്തുക്കളെ, അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.